തട്ടിപ്പും വെട്ടിപ്പും എനിക്ക് ഇഷ്ടമല്ല. സാദരിക്കാൻ്റെ കൂടെ ഉണ്ടായ ആളാണ് ആ വത്സേട്ടൻ, ഓർമ്മയുണ്ടല്ലോ. ആരാണ്ട് വിളിച്ചാൽ പറഞ്ഞു ഇവൻ വത്സം വത്സം പറഞ്ഞു. ഞാൻ പറഞ്ഞു സി എച്ച് രാഘവന്റെ മകനല്ലേ ചോദിച്ചു, അത് തന്നെ. ജോലിയോട് ചോദിച്ചു. നമുക്ക് സി എച്ച് രാഘവനാണല്ലോ ഉള്ളിലുള്ളത്. നമുക്ക് സി എച്ച് രാഘവനും വത്സനും, സി എച്ച് രാഘവൻ വത്സൻ അല്ലാണ്ട് ഈ അതെ, അന്ന് വത്സന് നിങ്ങളൊരു സ്ഥിരം കുറ്റിയാണ്. ആ മാതൃഭൂമി ആഴ്ച പതിപ്പുന്ന സാധനം ആരും വാങ്ങാത്തൊരു സാധനം വാങ്ങുന്ന ഒരാളാണ് അന്ന് സ്ഥിരമായിട്ട് നിങ്ങൾ. അതാണ് വത്സന്റെ ബന്ധം. വത്സന്റെ അവിടെ നിന്ന് ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പം നമ്മളതിനെ മോശമായിട്ട് കാണുമ്പോൾ മോശം, അപ്പം നല്ലതായിട്ട് കാണുമ്പോൾ നല്ലതുണ്ടായിരിക്കും. ആർക്കറിയാം, ഈ മനുഷ്യർക്ക് തന്നെ ദോഷൈക നിൽക്കുന്നൊക്കെ ഒരു വാക്കുണ്ടല്ലോ, സിനിക്ക് എന്ന് പറയുന്നത്. സിനിക്ക് അതെ, മലയാളത്തിൽ പോലെ ദോഷൈക നിൽക്കുന്നതാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ആര് ഞാൻ ചിലപ്പം നമ്മളതിനെ ഈ എപ്പോഴും ഇതായിട്ടേ കാണുകയുള്ളൂ. ഇങ്ങനെ ഈ നിങ്ങളിലെ ഈ ദോഷൈക ദൃക്ക് പോലുള്ള പദങ്ങൾ ഉറപ്പിച്ചു തന്ന മാഷാരാ? മലയാള പദങ്ങളിലൂടെ നിങ്ങൾക്ക് എത്ര താല്പര്യം ഉണ്ടാവാനുള്ള കാരണം? അല്ല, മലയാള പദങ്ങൾ നോക്കുന്നത് ഞാൻ സാധാരണ അല്ലാതെ എനിക്കൊരു സാമാന്യ അതുപോലും ഇതുമില്ല. ഈ കിട്ടുന്നത് നമ്മളിപ്പോൾ ഈ ഓരോന്ന് സാഹചര്യം UP ക്ലാസ് പഠിപ്പിച്ച ഏതെങ്കിലും പ്രിയപ്പെട്ട മാഷുണ്ടോ? ഒന്നുമില്ല. അന്നത്തെ ഇതൊന്നും ഇങ്ങനെയുള്ള വാക്കേ ഇല്ലല്ലോ. ഇല്ലല്ലേ? ഞാൻ പഠിക്കുന്ന കാലത്ത് വായനയിൽ നിന്ന് കിട്ടിയതാണ് ഇതൊക്കെ. ഇതൊക്കെ നാട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം അന്ന് വായനയിൽ വരുമ്പോൾ പുതിയ പദം വരുമ്പോൾ ഒരർത്ഥം കിട്ടണം തോന്നുന്നു, നിങ്ങൾ എന്താ ചെയ്യുക? അല്ല, അർത്ഥം കിട്ടുന്നത് ഞാൻ ചോദിക്കുന്നത് ദോഷൈക എന്ന് പറയുമ്പോൾ ഇതിലൂടെ ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടും. നമ്മൾ നന്മയ്ക്കും പോകണ്ട തിന്മയ്ക്കും പോകണ്ട, ശരാശരി ഒരാളെ ദ്രോഹിക്കാതെ മുന്നോട്ട് നീങ്ങുക, അത്ര തന്നെ. അത് കഴിയുമെങ്കിൽ നല്ല കാര്യം ചെയ്തു കൊടുക്കുക. ഒരു ഉമ്മയ്ക്ക് പശുവിനെ മേടിക്കാൻ പണ്ട് 40-40 കൊല്ലം, എത്രയോ കൊല്ലം എനിക്കറിയാൻ പറ്റില്ല. ഞാൻ വന്ന് അവിടെ താമസിക്കുന്ന കാലത്താണ് ഉമ്മയ്ക്ക് പശുവിനെ മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുത്തു. സ്വർണം കുറച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഉമ്മ ഇതിനൊന്നും എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പശുവിനെ പഠിക്കാനുള്ള പൈസ ഇതിനെ തരാനില്ല, പിന്നെ ഞാൻ തരുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ ബന്ധത്തിൽ തരാം. ഉമ്മയ്ക്ക് പശുവിനെ മേടിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, മാസം ഇൻട്രസ്റ്റ് നിന്നേക്കണമെന്ന്. ഇൻട്രസ്റ്റ് അതേ കൂടുതൽ തിന്നുകൊണ്ട് തരാൻ തോന്നിച്ചേട്ടാ. ആ ഉമ്മയുടെ മകന് 5-8 കൊല്ലം മുമ്പ് ഏതോ കൊല്ലുന്ന ഈ പറഞ്ഞ മാതിരി കാലം കഴിഞ്ഞു പോയി. പറഞ്ഞപ്പോഴാ നിങ്ങൾ പടച്ചനാണ്. അപ്പം ആരും ചെയ്യാത്ത പണിയേ ചെയ്തിട്ട് ഗുണം കിട്ടി. അപ്പം ഞാനൊരു ഉറപ്പായത് ഞാനൊരു ഗുണം ഞാൻ ചെയ്തു. പ്രത്യേകിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം ചെറുപ്പത്തിൽ അമ്മാവൻ നല്ല കാര്യമായിട്ടൊരു ലോക്കൽ ബാങ്കായിരുന്നു നമ്മുടെ നാട്ടിൽ. ഒരു 100 രൂപയുടെ ആവശ്യം വന്നു. അടയ്ക്ക വില മുറിച്ചിട്ടാ. അതെ, വില മുറിക്കാന്നാ പറയാന്ന്. ആ വില മുറിക്കുക, ആ വില മുറിച്ച് പുറമോട്ട് എഴുതി പിടിച്ച് വില കുച്ചിട്ടാ 100 രൂപ കൊടുക്കുന്നേ. അതന്ന് ഇമാതിരിയുടെ ഒരു ഇടപാടൊന്നും ഇല്ലാതെ അമ്മാവൻ പൈസ കൊടുക്കും. ഞാൻ പൈസ കൊടുത്തു, മറ്റൊരു ഇടപാടും ഇല്ലാതെ. എന്നിട്ട് ഈ ആയുസിനിടയിൽ ആരെങ്കിലും അമ്മാവനെ പറ്റിച്ചിട്ടുണ്ടോ? ഇല്ല, കോയിലിൽ നിന്ന് ആരും എന്നെ പറ്റിച്ചിട്ടില്ല. നല്ല മനുഷ്യന്മാരാണ് കോയിലിക്ക്. അല്ല, നല്ല മനുഷ്യൻ. ഈ മടമ്പത്തുണ്ടായ പള്ളിയിൽ വന്ന അച്ഛന്മാരിൽ ഏറ്റവും കൂടുതൽ തോമസ് ചേട്ടൻ സ്വാധീനിച്ച, അമ്മാവനെ സ്വാധീനിച്ച കോളനിയെ സ്വാധീനിച്ചത് മറ്റത്തിലച്ഛനാ ആരംഭത്തിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് വന്നത് എന്നെ സ്വാധീനിച്ച മുതുകാട്ടിലച്ഛൻ സ്വാധീനിച്ച് നന്നായിട്ട് പ്രവർത്തിച്ച് എല്ലാവരും സഹകരണമായിട്ട്. മുതുകാട്ടിലച്ഛൻ അന്നൊക്കെ സ്ഥിരമായിട്ട് അമ്മാവൻ പള്ളി പോകാറില്ലേ? മറ്റത്തിലച്ഛൻ്റെ കാലത്തായി കമ്മ്യൂണിസ്റ്റുകാർക്ക് ചില ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സമരത്തിൻ്റെ സമയത്ത് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഈ കൊന്തയിട്ട് നടക്കുന്ന ബെൻഡിങ് ആയിട്ട് നടക്കുന്ന ചേട്ടന്മാരെ അറസ്റ്റ് ചെയ്യല. ചേട്ടന്മാർക്ക് സമരമായിട്ട് പങ്കില്ല. അവർ നായനാർക്ക് കൊടുത്ത് സ്ഥലം മേടിച്ച് ജീവിക്കല്. നായനാരോടാണുള്ള യുദ്ധേ. ഞങ്ങൾ യുദ്ധത്തിനില്ല, ചേട്ടന്മാർ യുദ്ധത്തിനില്ല. അപ്പം അങ്ങനെ വന്നു. ഈ മറ്റത്തിലെ ഈ ചിലരൊക്കെ കൊന്ത കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് ശരിക്കും അറിയാൻ പല കേട്ടോ. അപ്പൊ ഇങ്ങനെ കൊന്തയിട്ട് ഇങ്ങനെ നമ്പ്യന്മാർക്ക് കൊന്ത കൊടുത്തു. തല്ലുകൂട്ടാൻ കൊള്ളാതില്ല, എളുപ്പമുള്ള മാർഗമാണല്ലോ. ശരിയാ. അങ്ങനെ കുടിയേറ്റക്കാർക്ക് സമരമായിട്ടും ബന്ധമില്ല, മറ്റവരുമായിട്ടും എതിർപ്പും ഇല്ല, അതില്ല. കാരണം ഞങ്ങൾ പൈസ കൊടുത്തു, ചെറിയ പൈസ കൊടുത്തിട്ടായാലേ. അതെ അതെ, മുൻകൂട്ടി നിങ്ങൾ ജന്മം തീറാധാരം വാങ്ങി. അന്നത്തെ ഉണ്ണമ്മൻ നേരാണ്. അവിടെ ഈ നമ്പൂരി സംബന്ധത്തിലെ അവകാശമുള്ളൂ. മറ്റേ നമ്പ്യന്മാർക്ക് അവിടെ വകുപ്പില്ല. നമ്പ്യന്മാർക്ക് അവിടെ അധികാരമില്ല. നമ്പൂരി സംബന്ധത്തിൽ വരുന്ന മക്കൾക്ക് അധികാരമുള്ളൂ. ഇടത്തിലെ നയനാറാകുന്ന അതേ ഉള്ളൂ. ഇടത്തിലെ ഒരു സ്ത്രീയെ നമ്പൂരി സംബന്ധം ചെയ്താൽ മാത്രം ഇടത്തിന്റെ പവർ കിട്ടും.
അതിലും അധികാരികൾക്ക് ഒക്കെ നല്ല ഇതാ. അവിടെ ഒരു കണക്കെടുത്തുകാരൻ വന്നു. കണക്കെടുത്തുകാരൻ വന്നപ്പോൾ പറഞ്ഞു, അവിടെ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ കഞ്ചാവ് മണക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കഞ്ചാവ് മണക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ കല്യാട്ട് യശമാൻ അവർ, ഞാൻ പറഞ്ഞില്ലേ, അവർ ഇങ്ങനെ പിടിപാടുള്ളവരാ. അപ്പം അന്നേരം ആരാണ്ട് പറഞ്ഞു, അത് ഈ മരണം അടുക്കുമ്പം കഞ്ചാവ് മണക്കുന്നു. അത് എല്ലാവരെയും ഒന്നും മണിക്കല്ല, മരണം എടുക്കുമ്പം കഞ്ചാവ് മണക്കുന്നു. മിണ്ടിയിട്ടില്ല. 2 പേർക്കും പൊരുൾ മനസ്സിലായി. എന്നാ ഇയാൾ തീർക്കുന്നർത്ഥം, ഇയാൾ തീർക്കുന്നർത്ഥം നാട്ടിൽ പറയാറുള്ളതേ, നാട്ടിൽ ആദ്യമായിട്ട് വാച്ച് വാങ്ങിയ ആൾ നിങ്ങളാണ്, ആദ്യമായി റേഡിയോ വാങ്ങിയ ആൾ നിങ്ങളാണ്. റേഡിയോ വാങ്ങി. ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട് നാട്ടിൽ. അതുകൊണ്ടാണ്. എന്നിട്ട് അങ്ങനെ വന്ന് ഇന്ദിരാഗാന്ധിക്ക് ഒരു അപാര രാശിയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഇന്ദിരാഗാന്ധിയുടെ രാശി എന്താ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടാന്ന്? അല്ല, അത് ഇതൊക്കെ ഒരു ഓരോ കാലഘട്ടം ഉണ്ടല്ലോ. അന്നത്തെ കാലം ജനങ്ങൾക്ക് എന്നാ ഉള്ളത് ഒന്നുമില്ല. അപ്പം ഇന്ദിരാഗാന്ധിനെ കഴിയുമ്പോഴത്തേന് ഈ ഒറ്റ നേതാവേ ഉള്ളൂ. തേനീച്ചയ്ക്ക് ഒരു റാണി പോലെ കോൺഗ്രസിൽ ഒരു നേതാവേ ഉള്ളൂ. 3 ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനകത്ത് ഒരു നേതാവേ ഉള്ളൂ. അപ്പോൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ദിരാഗാന്ധിയാ പ്രസംഗിക്കേണ്ടത്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു സാധ്യത. അപ്പം ഇങ്ങനെ ഇപ്പം ഓരോ സ്ഥലത്ത് പോയി ഒരു ദിവസം ആലുവയിലുണ്ടല്ലോ സമ്മേളന, രാത്രി 1 മണിക്കാ ഇന്ദിരാഗാന്ധി വരുന്നത്. രാത്രി 1 മണി വരെ ആളവിടെ നിറഞ്ഞു നിൽക്കാന്ന് പറഞ്ഞ ആള് ഈ രാത്രി 1 മണിക്ക്. അപ്പൊ ആ ഒരു അത് ഒരു വീരാരാധന എങ്ങനെയാ കണ്ടാന്ന് എനിക്കറിയാം. ആ വീരാരാധനയൊക്കെ ഇപ്പൊ പോയില്ലേ? അങ്ങനെ 3-2 ഭൂരിപക്ഷം നേടിയ കോൺഗ്രസ് ഇപ്പൊ എവിടെയുണ്ട്? ഞാനതാണ് ചോദിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പൊ എന്ത് സംഭവിച്ചു? അല്ല, അത് പിന്നെ ഒരു കാര്യമുണ്ട്. അത് മൊത്തം രാഷ്ട്രീയത്തിലുള്ള ഇപ്പൊ മോഡി ഇപ്പൊ മോഡിക്ക് കയറി കഴിഞ്ഞപ്പോ പിന്നീട് മാറി വന്ന് ആർക്കും ഇല്ലാണ്ടായി ഇങ്ങനെ ഏച്ച് കെട്ടിപ്പിടിച്ചിരുന്നു. മോഡി വന്ന് 2 വട്ടം കഴിച്ചിട്ട് 3-ാം വട്ടത്തിന് മോഡിക്ക് കോട്ടം തട്ടുമായത്. 3-ാം വട്ടം കിട്ടി, 2-ാം വട്ടം കിട്ടി. 2-ാം വട്ടം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആവർത്തനാന്ന് പറഞ്ഞു. കോൺഗ്രസിന്റെ ആവർത്തനാന്ന് ഞാൻ മോഡി. കോൺഗ്രസിൽ നെഹ്റു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി. കേരളത്തിലോ എന്താ അമ്മാവന്റെ പ്രൊഡിക്ഷൻ പറഞ്ഞു? കേരളത്തിൽ ഇപ്പൊ ആരാണ്? കേരളത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇന്നുള്ള അവസ്ഥയില് പിണറായി 3ാമത് വരുമോ ഇല്ലയോ? അതെ, ഇനി അമ്മാവനി എന്താ ബാക്കി താല്പര്യം തോന്നുന്നു? ഇനി 84 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനിയുള്ള മോഹം എന്താണ് ബാക്കി? അയ്യോ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു മോഹവും ഇല്ല. എനിക്കൊരൊറ്റ മോഹമുള്ളത് ഇതേ ഉള്ളൂ. എന്നാ ഈ നല്ല മരണം കിട്ടുക, അങ്ങ് പിരിയുക. രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോകണം എന്നർത്ഥം. ഞാൻ കിടന്നു കഴിയുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്നേ, ഒരു കൊടിഞ്ഞു മരണം ഇന്ന് രാത്രി നടക്കണേന്ന് പറഞ്ഞിട്ട് കട്ടിൽ നടുക്കോട്ടാ കയറി കിടക്കുന്നത്. ഉരുണ്ട് പറഞ്ഞ് തവിട്ട് വിട്ടില്ല. അയ്യോ, അത് മനസ്സ് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാലം. നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ ഒരു അപാര ഭാഗ്യമുള്ള ജീവിതമാണ്. കാരണം എല്ലാ തരം ദുരിതങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, എല്ലാ സുഖങ്ങളും അറിഞ്ഞിട്ടുണ്ട്. ദുരിതവും അതിന്റെ അപ്പുറം മാനസിക ടെൻഷനും ഉണ്ടായിട്ടുണ്ട്. അയ്യോ, എന്തെല്ലാം ദുരിതങ്ങളുണ്ട് ദൈവമേ, അതില്ല. പിന്നെ നിങ്ങൾ ഞാൻ കാണുന്ന വെച്ചാൽ ഒരുപാട് ബന്ധങ്ങൾ നിങ്ങൾക്ക് പല തരത്തിലുള്ള ആൾക്കാരായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു മന്ത്രി കൈ തന്നവനാണ് ഞാൻ. MLA MP സ്ഥാനാർത്ഥി കഴിഞ്ഞപ്പോൾ വീണ്ടും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൈ ഒരു മടമ്പത്ത് പ്രത്യേകം വന്നപ്പോൾ അവസാനം KC ജോസഫ് മന്ത്രിയായി നിൽക്കുമ്പോഴാണല്ലോ, സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫായി നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വെക്കുന്നത് നേരിടുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പൂത്ത് കണ്ണൂർ ജില്ലയല്ലേ, ഇരിക്കൂർ നിയോജകമണ്ഡലേ. ഇരിക്കൂർ നിയോജകമണ്ഡലം സുഖമാണെങ്കിൽ തന്നെ ജില്ലയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നടക്കും. അപ്പം മന്ത്രിയല്ലേ, അപ്പം കുടി വെച്ചക്കാരനാണ്. പണ്ട് അട്ടിച്ചിട്ട് ബൂത്തിൽ കൂടെയൊക്കെ വന്നിട്ട് ഇതിലൊക്കെ വന്നപ്പോൾ 8ാമത്തെ വോട്ട് ഞാൻ ചെയ്തിരുന്നു. ഞാൻ കൃത്യം 8ാമത്തെ വോട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്തെന്ന് പറഞ്ഞു കഴിയുമ്പം ഞാൻ രാഷ്ട്രീയമൊന്നും ഞാൻ പറഞ്ഞില്ല, കൈ തന്ന്. അപ്പം മന്ത്രി എനിക്ക് കൈ തന്നു. അതിന് ഞാൻ തന്നെ പൗർവിയാണ് എടുക്കുന്നത്. അയാളും മന്ത്രിയാണ്, കേരളത്തിന്റെ മന്ത്രിയായിട്ട് നിൽക്കുന്നത്. മടമ്പത്തെ ഇപ്പം ആരെങ്കിലും കാര്യമായിട്ട് കാണണമെന്ന് തോന്നുന്നുണ്ടോ? മടമ്പത്തി ഇപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ആരും താല്പര്യമൊന്നുമില്ല. ഇന്തും കൂടി പോയി ഇപ്പം ഞാൻ ചെയ്യുന്നത്. അവൻ കൊച്ചിയിലുണ്ട് താമസിക്കുന്നത്, റിട്ടയർ ചെയ്തു. എവിടെ റിട്ടയർ ചെയ്ത്? കൊച്ചി താമസം. കൊച്ചിയിൽ? എറണാകുളം കൊച്ചി. എറണാകുളം കൊച്ചി. എറണാകുളം കൊച്ചി. വരും തലമുറയോട്
വരുന്നൊരു ഇനി വരാനുള്ള തലമുറയോട് അമ്മാവൻ എന്താ പറയാനുള്ളത്? അമ്മ ഞാനിത് പറയാനാ എന്തേലും പറയാനുണ്ടോ? ഇനി വരുന്ന തലമുറ പണ്ടുള്ള തലമുറയേക്കാൾ മികച്ച രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പോകുന്നത്. എല്ലാ സൗഭാഗ്യത്തോടും കൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഞാനൊക്കെ വളർന്ന കാലത്ത് എൻ്റെയൊക്കെ കാർന്നവന്മാർ ജീവിച്ച് മരിച്ചപ്പോൾ ഒന്നും ഇന്നുള്ള സൗകര്യങ്ങൾ ഒന്നും വന്നില്ല. അതെ, ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് വല്ല പ്രത്യേക താല്പര്യമുണ്ടോ? അവർ ഏത് തരത്തിൽ വളരണം? അതൊക്കെ അവരവരുടെ മനസ്സിൽ പോലെയല്ലേ. ഈ ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യൻ്റെ മനസ്സിൽ പകുതി നന്മയും അതിനിപ്പോൾ പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ നന്മയും തിന്മയും കിടപ്പുണ്ട്. നന്മയ്ക്ക് വളരാനുള്ള അവസരം കിട്ടുക, പിന്നെ തിന്മ വളരാതിരിക്കാനുള്ള സാഹചര്യം എല്ലായിടത്തു നിന്നും അങ്ങ് ഒഴിവാക്കുക. അതായത് ഇത് ഇപ്പം ഈ തകര കിളിക്കുന്ന പോലെ ഈ ഞാൻ തന്നെ കിളിക്കൊന്നുമില്ലെന്നേ. ഇപ്പോൾ എൻ്റെ അറിവിൽ നാട്ടിലെ ഒരുപാട് വായനശാലയിൽ നിന്ന് ഒരുപാട് പുസ്തകം വായിച്ച ഒരാളാണ് അമ്മാവൻ. ഈ പുതിയ തലമുറയോട്, വരാൻ പോകുന്ന തലമുറയോട് ഇന്ന പുസ്തകം നീ വായിക്കണം എന്ന് അമ്മാവൻ ഏതെങ്കിലും നിർദ്ദേശിക്കാൻ പറ്റുമോ? ഇന്ന പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയാൻ പറ്റുമോ? യശോമേനോൻ്റെ നാം മുന്നോട്ട് എങ്ങനെയാണൊരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ 4 വാല്യങ്ങളുണ്ട്. 4 വാല്യങ്ങളുണ്ട്. അത് ഇപ്പം യുവജനങ്ങൾ എന്ന ചങ്ങാതിമാർ കേരളത്തിലില്ല. യുവജനങ്ങൾ എല്ലാ യുവാക്കളും ഇപ്പൊ ഇവിടുന്ന് സാമാന്യ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പോവാണ്. പണ്ട് പോയവരൊക്കെ തിരിച്ചു വരുമായിരുന്നു, ഇപ്പൊ പോയവർ തിരിച്ചു വരുന്നില്ല. ഇപ്പൊ തിരിച്ചു വരുന്നില്ല. അതെന്നാ സംഗതിയാണല്ലോ, അത് തിരിച്ചു വരുന്നത് ഗൾഫിൽ പോകുന്നവർ തിരിച്ചു വരും. എന്തായാലും ജനങ്ങൾ വായിക്കട്ടെ, പഠിക്കട്ടെ, രാഷ്ട്രീയത്തിന്റെ പുറകെ നടക്കട്ടെ, നല്ല തലമുറ വരട്ടെ. ഇപ്പം